السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يتولى الله ورسوله والذين آمنوا فإن حزب الله هم الغالبون. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലിനെയും സത്യവിശ്വാസികളെയും ആരെങ്കിലും സഹായികളാക്കിയാൽ അള്ളാഹുവിൻ്റെ സംഘം ഹിസ്ബുള്ള അവർ തന്നെയാണ് വിജയം നേടുന്നവർ. സത്യവിശ്വാസികളുടെ സഹായത്തിന് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൂടെ അള്ളാഹുവിൻ്റെ സംഘവുമുണ്ട്. വിജയിച്ച ആ സംഘത്തിൻ്റെ കൂട്ടത്തിലാണ് മഹാത്മാക്കൾ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ മഹാത്മാവാണ് ഇ കെ ദാരിമി ഉസ്താദ്. ഓരോ കാലഘട്ടത്തിലും വലിയ വലിയ മനുഷ്യന്മാർ ജീവിച്ചു പോകും. അവരെ പിന്തുടർന്ന് പാമരന്മാരായ സാധുക്കളായ പലരും വിജയിക്കുകയും ചെയ്യും. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആലിമായ, ദാക്കിറായ, സൂഫിയായ, പ്രസംഗകനായ, രചയിതാവായ, നിമിഷകവിയായ, ഏത് രൂപത്തിലും സമ്പന്നനായ, ജമാലുള്ള, ജലാലുള്ള, നസബയുള്ള, ദിക്ർ ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യുന്ന, ദിക്ർ സംഘടിപ്പിക്കുന്ന, പള്ളിയും സ്ഥാപനങ്ങളും ഉയർത്തുന്ന, ജനങ്ങളെ ഹിദായത്താക്കുന്ന, സുസ്മേരവദനായ, കാരുണ്യമുള്ള മുറബ്ബിയായ, അതുല്യനായ ഒരു വ്യക്തിയാണ് മഹാനായ മുഹമ്മദ് ദാരിമി ഉസ്താദ് അവർകൾ. ചെറുപ്പം മുതൽ തന്നെ കാണാനും പരിചയപ്പെടാനും സാധിച്ചിട്ടുള്ള മഹത് വ്യക്തികളിൽ പ്രധാനപ്പെട്ട ആളാണ് ഇ കെ ദാരിമി ഉസ്താദ്. മഹാനവറുകളുടെ ഉറൂസിൻ്റെ മാസത്തിലാണ് നാം ഉള്ളത്. ഭൗതിക വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം മുത്തഖിയായ വലിയ പണ്ഡിതനും വലിയ ആലിമുകളുടെ ഉസ്താദുമായ വട്ടേക്കാട് മുദരിസ് മൂസ ഉസ്താദിൻ്റെ അടുക്കലാണ് ദർസിൻ്റെ ആരംഭം. ആ ദർസിന് ചുറ്റും അക്കാലത്ത് ദിക്ർ മജ്ലിസുകൾ സ്ഥാപിച്ചിരുന്ന വലിയ മഹാനായിരുന്നു ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ. ആ മജ്ലിസുകളിൽ പങ്കെടുക്കുകയും മഹാനവറുകളെ ഉസ്താദ് കാണുകയും ചെയ്യാറുണ്ടായിരുന്നു. സൽസ്വഭാവിയാണ് മഹാനവറുകൾ. പുഞ്ചിരിച്ച് സംസാരിക്കും. ശബ്ദമുയർത്തി സംസാരിക്കുന്നവരല്ല. അഹങ്കാരം കാണിക്കുന്ന ആളല്ല. തന്നെപ്പറ്റി മറ്റുള്ളവർ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. നിരത്ത് നോക്കിയാണ് നടക്കാറുണ്ടായിരുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കാണുമ്പോൾ ഭൂമിയിൽ ഉസ്താദിൻ്റെ അന്നത്തെ നടത്തം ചിറകു താഴ്ത്തിയായിരുന്നു. വളരെ സാവധാനത്തിലും സ്പീഡിലും നടന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്തെല്ലാം ചവിട്ടടികൾ ഒന്ന് നിലത്ത് വെച്ച് അടുത്തതും നിലത്ത് വെച്ച് അമർത്തി നടക്കുന്ന ശൈലിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നടത്തം ഞാൻ അനുധാവനം ചെയ്തിട്ടുണ്ട്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ റഅയ്തുമുർ റജുല ഖദ് ഉഅ്തിയ സുഹദൻ ഫിദ്ദുന്യാ വഖല്ലത മൻതിഖിൻ ഫഖ്തരിബൂ മിൻഹു ഫഇന്നഹു യുലഖിൽ ഹിക്മത. നല്ല സൂക്ഷ്മത പാലിക്കുന്ന മൗനിയായ സത്യവിശ്വാസിയെ കണ്ടാൽ നീ അവനോട് അടുക്കുക. കാരണം അവൻ നിനക്ക് ഹിക്മത്തുകൾ പറഞ്ഞു തരും. ഉസ്താദ് പിന്നീട് പുന്ന എന്ന സ്ഥലത്ത് കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി തങ്ങളുടെ അനുജനായ നാസറുദ്ദീൻ ഇ കെ അബ്ദുല്ലാഹിൽ ഖാദിരി ഉസ്താദിൻ്റെ അടുത്ത് ദീർഘകാലം ഓതി പഠിച്ചു. നഹ്വും സർഫും ശരിയാക്കിയതിന് ശേഷമാണ് അവിടെ നിന്നും പോന്നത്. ധാരാളം കിതാബ് ഉസ്താദിൻ്റെ അടുത്ത് ഓതിയ ആളാണ് ഇ കെ ദാരിമി ഉസ്താദ്. മഹാനവറുകൾ കണ്ണ് താഴ്ത്തിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനോടുകൂടെ ഏത് സമയത്തും ചിന്തിക്കും, നന്നായി പഠിക്കും, നന്നായി ദിക്ർ ചൊല്ലും. മഹാനവറുകൾ മരണം വരെ പഠനം നടത്തിയവരാണ്. ഇൽമിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. ആലിമീങ്ങളെ ആദരിച്ചിരുന്നവരാണ്. ആലിം എവിടെയുണ്ടെന്നറിഞ്ഞാലും അവർ ഏത് രാജ്യത്തായാലും അന്വേഷിച്ചു പോകുന്നവരാണ്. മുത്തഅല്ലിമീങ്ങളെ പ്രിയം വെച്ചവരാണ്. ഇൽമിനോട് അവ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അത് എവിടെയുണ്ടെന്നറിഞ്ഞാലും പണമോ സമയമോ നോക്കാതെ വിശ്രമമില്ലാതെ അന്വേഷിച്ചിറങ്ങും. ഒരിക്കൽ പൊന്നാനിയിൽ സിയാറത്തിന് പോയി. പൊന്നാനിയിലെ പഴമക്കാരുടെ വീടുകളിൽ പല സ്ഥലത്തും അന്വേഷിച്ചു.
ഓരോ ഫണ്ണിലുള്ള ഗ്രന്ഥങ്ങൾ അക്കാലത്ത് വിൽപ്പനക്ക് കിട്ടുമായിരുന്നു. പഴമക്കാരായ ആലിമീങ്ങൾ ശേഖരിച്ച ഗ്രന്ഥങ്ങൾ പിന്നീട് അവക്ക് അവകാശികളില്ലാതെ അവരുടെ അവകാശികൾ ഇൽമിന്റെ അഹ്ലുകാരല്ലാത്തവരായി തീരുന്ന സ്ഥലങ്ങളിൽ ചെന്ന് പൈസ കൊടുത്ത് വാങ്ങി തൻ്റെ തലക്കെട്ടിൽ ആ കിതാബുകളെല്ലാം ജമ്മ ചെയ്തു അതൊരു ബാഗാക്കി പലപ്പോഴും കൊണ്ടുവരും. അങ്ങനെ കൈകൊണ്ടെഴുതിയ മുഖ്തസർ ഒരിക്കൽ കിട്ടിയപ്പോൾ അത്യാഗ്രഹം കൊണ്ട് അടുത്തുള്ളൊരു പള്ളിയിൽ കയറി അത് മുത്വാല ചെയ്തു. അതിനെക്കുറിച്ച് പറഞ്ഞ് ആനന്ദം കൊണ്ടു, ഇഷ്ടം പറഞ്ഞു. അങ്ങനെ ഗരീബായ പലതും മഹാനവറുകൾ ശേഖരിച്ചിട്ടുണ്ട്. അറിവ് മനുഷ്യരെ അവരുടെ ഖബറുകളിൽ ജീവിപ്പിക്കുന്നു. അറിവില്ലായ്മ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരോട് ചേർക്കുന്നു. ഇൽമുള്ളവർ മരിച്ചാലും ജീവിച്ചിരിക്കുന്നവർ. വന്ദ്യരായ ഉസ്താദിനെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ ഓർമ്മ വരുന്നതും അതുതന്നെയാണ്. ജീവിച്ചിരുന്നപ്പോഴും വലിയ ജീവിതം, മരണത്തിന് ശേഷവും വലിയ ജീവിതം. ഉസ്താദിൻ്റെ അന്വേഷണം ധാരാളം സമ്പത്ത് ഉണ്ടായതുകൊണ്ടൊന്നുമല്ല. അതുപോലെ ഉസ്താദിനേക്കാൾ ഉന്നതരായിക്കൊള്ളണമെന്നുമില്ല. ഉസ്താദിനേക്കാൾ താഴ്ന്നവരുടെ അടുക്കലും അന്വേഷിച്ചു ചെല്ലുമായിരുന്നു. ഈ വിനീതൻ ലക്ഷദ്വീപിൽ ചെന്നപ്പോൾ ഒരു സയ്യിദ് പറഞ്ഞു, ഇ.കെ. ദാരിമി ഉസ്താദ് ഇവിടെ വന്നു. രാവും പകലും കിതാബത്തും മുത്വാലയുമാണ് അവരുടെ ജോലി. കൂടെ നടന്ന പല സന്ദർഭങ്ങളിലും പുറത്തിയിലും മറ്റും സിയാറത്തിന് പോകുമ്പോൾ ഒരു മഹാനുണ്ടെന്നറിഞ്ഞാൽ ദുആയിരപ്പിക്കൽ മാത്രമല്ല ഉസ്താദ് ചെയ്തിരുന്നത്, അവിടെ നിന്ന് കിട്ടാവുന്നതെല്ലാം ശേഖരിക്കും. ഇൽമ് അന്വേഷിക്കുക, അത് ആരാണെന്ന് നോക്കാതിരിക്കുക. തന്നേക്കാൾ വലിയവരാണെന്നോ ചെറിയവരാണെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ഇൽമിന് വേണ്ടി ജീവിച്ചവരാണ് മഹാനായ ഉസ്താദ് അവർകൾ. മഹാനവറുകൾ മുദരിസായിരുന്നു. ഖുർആനും തഫ്സീറും ഫിഖ്ഹും തസവുഫും ഹഖായിക്കും കേട്ടിട്ടില്ലാത്ത ധാരാളം ഇൽമുകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും അസ്റാറിന്റെ ലോകത്ത് ഊളിയിട്ടിറങ്ങി പഠനം നടത്തി അർഹരായവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചവരാണ് മഹാനവറുകൾ. അവരുടെ പാരമ്പര്യവും അതാണ്. വന്ദ്യരായ ശൈഖുനയുടെ വല്ലുപ്പ വരക്കൽ സാദാത്തുക്കൾക്ക് ഇൽമു പകർന്ന് അവരുടെ വല്ലുപ്പ കോയിട്ട് മുസ്ലിയാർക്ക് ഷംസുൽ ഉലമാ എന്നറിയപ്പെടുന്ന സൂര്യ തേജസ്സായ മഹാപണ്ഡിതൻ, മുറബിയായ ഷെയ്ഖായി ലോകം അംഗീകരിച്ച വലിയ പണ്ഡിതനായ കമാലുദ്ദീൻ ഉമർ അൽ ഖാദിരി, ഷെയ്ഖിന ഉസ്താദ് അവറുകളുടെ വന്ദ്യരായ പിതാവ്, ഉസ്താദിനെ ഉൾപ്പെടെ ഖുർആനും മറ്റും പഠിപ്പിച്ച ഉസ്മാനുൽ ഖാദിരി, വളരെ നേരത്തെ വഫാത്തായിപ്പോയ മജ്ദൂബായ വലിയായ അലിയുൽ ഖാദിരി, ലോകം കണ്ട മഹാന്മാരിൽ നിന്ന് വലിയ ആരിഫായ അഹമ്മദുൽ ഖാദിരി, അഖീദയിൽ കേരളത്തെ ഉറപ്പിച്ചു നിർത്തിയ സുന്നി പണ്ഡിതനായ സൈഫുൽ ഇസ്ലാം എന്ന് പേരുവെക്കപ്പെട്ട ഹസനുൽ ഖാദിരി, നമ്മുടെ ഉസ്താദിനെ ഉൾപ്പെടെ അവരുടെ അനുജന്മാരുടെയും എല്ലാം പല ഫുനൂനുകളിലും പഠിപ്പിച്ച് ഉന്നതിയിലേക്ക് എത്തിച്ച നാസറുദ്ദീൻ അബ്ദുല്ലാഹിൽ ഖാദിരി, ഇവരുടെ പിൻഗാമിക്ക് മറ്റെന്ത് താല്പര്യങ്ങൾ ഉണ്ടാകാനാണ്? ഉസ്താദ് സയ്യാഹായിരുന്നു. പലപ്പോഴും മൂപ്പര് സഞ്ചരിച്ചിരുന്നു. ഉലമായിനെ തേടി, സൂഫിയാക്കളെ തേടി, ഷെയ്ഖന്മാരെ തേടി, മദാറുകൾ തേടി, അതിനെല്ലാം അന്വേഷിച്ച് നടക്കുന്നവരാണ്. ഈ അലച്ചിലിനിടയിലും ഒരു മുവഹ്ഹിദിന്റെ കടയിൽ നിന്ന് മാത്രമേ എന്തെങ്കിലും കുടിക്കുക പോലുമുള്ളൂ. അതിനുവേണ്ടി എത്ര കിലോമീറ്റർ നടക്കേണ്ടി വന്നാലും ഭക്ഷണവും വയറും ശ്രദ്ധിക്കുന്നവർക്കല്ലേ ഹിക്മത്ത് ഉണ്ടാവുകയുള്ളൂ. മഹാനായ ശംസുൽ ഉലമയുടെ അടുക്കൽ പൂച്ചക്കാട് ഓതുമ്പോൾ സൂറത്തു നംല് ജലാലൈനി ഓതിത്തന്നത് വന്ദ്യരായ ഉസ്താദാണ്. വിനീതനായ സാധുവായ ഞാനുൾപ്പെടെയുള്ള മുത്തഅല്ലിമീങ്ങളുടെ ഉസ്താദായിരുന്നു മഹാനവറുകൾ. വളരെ രസകരമായി ബുദ്ധിയും പ്രമാണവും ഒപ്പിച്ചുകൊണ്ടാണ് തഫ്സീർ എടുത്തിരുന്നത്. എവിടെ പോകുമ്പോഴും രണ്ടാളെ കിട്ടിയാൽ അവരുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് അതിക്കയുടെ 2 ബൈത്തുകൾ ചൊല്ലി തസൗഫ് പറയുമായിരുന്നു. കൊച്ചിയിൽ പള്ളുരുത്തിയിലെ നമ്പ്യാപുരം എന്ന സ്ഥലത്താണ് ആദ്യമായി ദർസ് ആരംഭിച്ചത്. ജദിബിൻ്റെ ഒരു ഹാലിൽ എൻ്റെ വന്ദ്യരായ പിതാവ് നമ്പ്യാപുരത്ത് വന്നു. ഉസ്താദിനോട് വലിയ സ്നേഹമാണ്. ഉസ്താദ് ആവട്ടെ പിതാവിനോട് അങ്ങേയറ്റം സ്നേഹം പ്രകടിപ്പിക്കുന്നവരുമാണ്. അങ്ങനെ നമ്പ്യാപുരത്ത് ദർസ് നടത്തുമ്പോൾ ആ ഹാലിൽ വന്ദ്യരായ പിതാവ് പറഞ്ഞു, മുഹമ്മദ് മുസ്ലിയാർ ഇവിടെ ദർസ് നടത്തുന്നത് കൊണ്ട് ഈ നാടിൻ്റെ പേര് ഞാൻ മാറ്റിയിരിക്കുന്നു. നമ്പ്യാപുരം എന്നുള്ളത് മഹാനവറുകൾ ദർസ് നടത്തുന്നത് കൊണ്ടും അവിടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ നാടിനെ ഞാൻ അമ്പിയാപുരം എന്ന് വിളിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ഇതെപ്പോഴും ഉസ്താദ് എടുത്തു പറയാറുണ്ട്. നാടിനെ മാറ്റിമറിക്കുന്നവരാണല്ലോ ആരിഫീങ്ങൾ. വന്ദ്യരായ പിതാവിന് ജമ്മുൽ ജവാമി ഓതിക്കൊടുത്ത മരണപ്പെട്ടുപോയ
മുൻ സംസ്ഥയുടെ മെമ്പർ കൂടിയായ ഷൊർണൂർ ഭാഗത്തുള്ള ഇമ്പിച്ചി ഉസ്താദ് വന്ദ്യരായ പിതാവിൻ്റെ ഒരു ഹാലിൽ പഴുന്നാന മഹ്ലറയിൽ മഹാനവറുകൾ പ്രസംഗിച്ചു. അന്ന് ആ മഹ്ലറയുടെ വാതുക്കൽ ഒരു കുണ്ടാണ്. വയത് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഊമാൻ കുണ്ട് എന്നാണ് നിലവിൽ ഈ നാടിൻ്റെ പേര്. യൂസുഫ് ഹാജി ഇവിടെ വന്ന് താമസിച്ചത് കൊണ്ട് ഇത് ഈമാൻ കുണ്ടായി മാറി എന്ന് പറയുകയുണ്ടായി. മഹത്തുക്കളുടെ വാക്കിനും നോട്ടത്തിനുമെല്ലാം വലിയ പ്രത്യേകതകൾ ഉണ്ട്. മഹാനായ ഉസ്താദിൻ്റെ ദർസ് കുറച്ചു സമയമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഉസ്താദിൻ്റെ ജീവിതം മുഴുവൻ ദർസായിരുന്നു. മറ്റുള്ളവർ സ്ഥാപനങ്ങളിലോ പള്ളികളിലോ ദർസ് നടത്തുമ്പോൾ ഉസ്താദിൻ്റെ അനക്കവും അടക്കവും പ്രവർത്തനവും എല്ലാം ദർസായിരുന്നു. പറ്റിയവരെ കിട്ടിയാൽ നാടെന്നില്ല, വീടെന്നില്ല, ഇന്ന സ്ഥലമെന്നില്ല, അവിടെയെല്ലാം ദർസെടുക്കുമായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഉസ്താദ് ഏറ്റവും കൂടുതൽ മുത്വാല ചെയ്യുന്നതും പാടുന്നതും പറയുന്നതും യാഫിയാണ്. സഖല്ലാഹു ഖൗമൻ മിൻ ശറാബി വിദാദിഹി ഫഹാമു ബിഹി ബൈന വാദിൻ വഹാലിരി. അള്ളാഹുവിൻ്റെ പ്രേമത്താൽ ഒരു വിഭാഗത്തിന് അള്ളാഹു കുടിപ്പിച്ചിരിക്കുന്നു. സ്നേഹത്തിൻ്റെ വുദ്ദിൻ്റെ ഷറാബിനെ, പാനീയത്തെ കുടിപ്പിച്ചിരിക്കുന്നു. അവർ നാടെന്നില്ല, വീടെന്നില്ല, വിജനമായ സ്ഥലമെന്നില്ല, കാടും നാടും അവർ ഓടി നടക്കുന്നു, അവർ സഞ്ചരിക്കുന്നു. ഉസ്താദിൻ്റെ മാസ്റ്റർ പീസായി എപ്പോഴും ചെല്ലുകയും മറ്റുള്ളവർക്ക് ദർസ് നടത്തുകയും ചെയ്യുന്ന ഒരു ബെയ്ത്താണിത്. യാഫഴി അർഹരായവരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായി വായിച്ചോതി കൊടുക്കും. അയിലക്കാട്ട് മൂപ്പരെ പറ്റി പറയാറുണ്ട്, മൂസ നബിയുടെ കദമിലായിരുന്നു അയിലക്കാട് മൂപ്പർ എന്ന്. നമ്മുടെ ഉസ്താദിനെ സംബന്ധിച്ച് നാം ഏത് കദമിലാ കൂട്ടുക? മൂസ നബിയുടെ കദമിലോ, ചികിത്സയിൽ ഈസ നബിയുടെ കദമിലോ, അതല്ല എൽമിലും ഹിക്മത്തിലും ലുക്മാനുൽ ഹക്കീമിൻ്റെ കദമിലോ, അതല്ല പാരമ്പര്യത്തിൽ ഇബ്രാഹിം നബിയുടെ കദമിലോ, അതല്ല എല്ലാം തികഞ്ഞവരെന്ന നിലയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫയോ, എവിടെയാണ് മഹാനവറുകളെ നിർത്തുന്നത്? ഉസ്താദിനെ പറ്റി പറയുമ്പോഴും പഠിക്കുമ്പോഴും ഓരോ ദിവസവും നമുക്കൊരു അത്ഭുതം തോന്നുന്ന രീതിയാണ് ഉസ്താദിൻ്റെ പഠനവും പഠിപ്പിക്കലുമെല്ലാം. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, പറയും, കരുതും എന്ന് ചിന്തിക്കുന്നവരല്ല. ഒരാക്ഷേപത്തെയും ഭയന്ന് താൻ പഠിച്ച ഇൽമ്, തൻ്റെ രീതി, താൻ പിതാവിൽ നിന്നും പഠിച്ച രീതി, തൻ്റെ വന്ദ്യരായ ഗുരുവായ ഷേഖായ മുറബിയായ കമാലുദ്ദീൻ തങ്ങളിൽ നിന്ന് കണ്ട രീതി, അതൊന്നും മാറ്റുന്നവരല്ല. ഒരിക്കൽ കോഴിക്കോട് ഇടിയങ്ങര പള്ളിയിൽ നിൽക്കുന്നു. അന്ന് അറിയപ്പെടുന്ന മഹാനായ ഒരു വലിയ അവിടെ ഉണ്ടായിരുന്നു. ഉസ്താദ് കൊതുകിനേക്കാൾ ചിറകു താഴ്ത്തി നിന്നു, കൈപിടിച്ച് പറഞ്ഞു, ഇനി ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങളെപ്പോലെയുള്ളവരാണ്. നിങ്ങളും നിങ്ങൾക്ക് പറ്റുന്നവരും അർഹരായവരെല്ലാം അതിലേക്ക് വരും. നന്നായി സൂക്ഷിച്ച് ജീവിക്കണം. പലപ്പോഴും വന്ദ്യരായ പിതാവ് ഉസ്താദ് വരുകയാണെങ്കിൽ വലിയ വിനയം കാണിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും. അപ്പോൾ പിതാവ് പറയും, ഔലിയാക്കൾക്ക് ഇഷ്ടപ്പെട്ടവരല്ലേ നിങ്ങൾ? അറിയപ്പെടുന്ന പല മഹാന്മാരും ഉസ്താദിനെ ബന്ധപ്പെടുകയും ഇഷ്കാലുകൾ ചോദിക്കുകയും പഠിച്ചതും പഠിക്കാത്തതും അവർക്ക് മറുപടി പറയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ ഉലമാഇന്റെ കൂട്ടം ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ്, വലിയ തർബിയത്ത് കിട്ടിയവരാണ്. കാമിലായ ഷെയ്ഖായ അവിടുത്തെ വന്ദ്യരായ പിതാവിൽ നിന്നും ലോകപണ്ഡിതനായ ഷംസുൽ ഉലമയിൽ നിന്നും ലോകത്തിൻ്റെ നേതാവായ ഖമറുൽ ഉലമയിൽ നിന്നും മറ്റു മശായിഖുമാരിൽ നിന്നും തർബിയത്ത് കിട്ടിയവരാണ് അവർ. അവരുടെ ജീവിത രീതി തഖ്വയിൽ അധിഷ്ഠിതമാണ്. ഉഖവിയായ പണ്ഡിതന്മാരുടെ ചില അടയാളങ്ങളായ താഴ്മ കാണിക്കുന്നവർ ആയിരിക്കും, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായിരിക്കും, കരുണ കാണിക്കുന്നവരായിരിക്കും, ദുനിയാവിൽ ആഗ്രഹമില്ലാത്തവരായിരിക്കും, കിട്ടിയത് തൃപ്തിപ്പെടുന്ന ആളായിരിക്കും, മിച്ചമുള്ളത് ചിലവഴിക്കുന്ന ആളാണ്, ഉപദേശിക്കുന്ന ആളാണ്, നന്മയിലേക്ക് ഉളരുന്ന ആളാണ്, ഇത് ഇബാദത്ത് പതിവാക്കുന്ന ആളാണ്, സന്മാർഗം കാണിക്കുന്ന ആളാണ്, മൗനം പാലിക്കുന്ന ആളാണ്, അച്ചടക്കം ഉള്ള ആളാണ്, സൽസ്വഭാവിയാണ്, ജനങ്ങളിൽ ആഗ്രഹമില്ലാത്തവരാണ്, മറ്റുള്ളവരുടെ അവകാശം തടഞ്ഞു വെക്കാത്തവരാണ്, വഞ്ചിക്കാത്തവർ, പാവങ്ങളെക്കാൾ മുതലാളിമാർക്ക് സ്ഥാനം കൊടുക്കാത്തവർ, കഴിവുണ്ടായിരിക്കും, തിന്മക്കെതിരെ മൗനം പാലിക്കാത്തവർ, ധനമോഹിയോ സ്ഥാനമോഹിയോ അധികാരമോഹിയോ അല്ലാത്തവർ, ഇതെല്ലാം ഒത്തിണങ്ങിയ മഹാനായിരുന്നു ഉസ്താദ് അവറുകൾ. മറ്റുള്ളവർ കളവ് പറയില്ലെന്ന ശുദ്ധ മനസ്സിനുടമയായിരുന്നു മഹാനവറുകൾ.
ഒരാളെ പറ്റി ഉസ്താദിനോട് പറഞ്ഞു, അയാൾ സ്വർണ്ണമാല ധരിക്കുന്നവനാണ്, അയാൾ ശൈഖിന്റെ ഫോട്ടോ വെച്ച് ദിക്ർ ചൊല്ലുന്ന ആളാണ്, സ്വാലിഹീങ്ങളും ആലിമീങ്ങളും സിദ്ദീഖീങ്ങളാണ്, അവർക്കുള്ളിൽ വക്രതയോ വളവോ ഇല്ല, അപ്പടി വിശ്വസിക്കും. അങ്ങനെ നേരിട്ട് ചെന്ന് ആക്ഷേപിക്കപ്പെടുന്ന ആൾ മഹാനായ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ, എനിക്ക് സ്വർണ്ണാഭരണമില്ല, എൻ്റെ കയ്യിൽ ഫോട്ടോമില്ല. അദ്ദേഹത്തിനോട് ഉസ്താദ് പറഞ്ഞത്, ജനങ്ങൾ ഫിത്ന ഉണ്ടാക്കുന്നതാണ്, നമീമത്ത് പറഞ്ഞു നടക്കുകയാണ്. ഇങ്ങനെ ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ മശായിഖുമാരുടെ ബറക്കത്ത് കൊണ്ട് കുഞ്ഞു കുട്ടികളെപ്പോലെ മടങ്ങുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന വലിയ വിശാല മനസ്കരാണ്. തന്നെ തുടരുന്നവരെ നന്നാക്കി, അവരുടെ കുറവുകൾ പരിഹരിച്ചു, അവരുടെ വീഴ്ചകൾ മാപ്പ് ചെയ്തു, കുറവുകൾ പുറത്തു പറയാതെ അവരെ നന്നാക്കി കൊണ്ടുവന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു മഹാനായ ഉസ്താദ് അവർകൾ. ഉസ്താദ് ദിക്ർ ചൊല്ലി പഠിച്ചവരാണ്, ദിക്ർ കണ്ടവരാണ്, കോടിക്കണക്കിന് ദിക്ർ ചൊല്ലിയ മശായിഖുമാരിൽ നിന്നും തർബിയത്ത് കിട്ടിയവരാണ്. അവരുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ തൊട്ട് കേൾക്കുന്ന ദിക്ർ, ജനിച്ചപ്പോൾ തൊട്ട് കേൾക്കുന്ന ദിക്ർ, അവരുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിലും വളർച്ചയിലും പഠനത്തിലും ദർസിലും ജീവിതം മുഴുവൻ ദിക്ർ ആസ്വദിച്ചവരാണ്. മഹാനായ ഉസ്താദ് ദിക്റിൻ്റെ മജ്ലിസിനോട് ഉസ്താദിൻ്റെ ഇഷ്ടം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ദിക്റിൻ്റെ ആദ്യത്തിൽ മഹാനവറുകൾ ചൊല്ലാറുണ്ടല്ലോ, സുറൂറുൽ ഖൽബി ദിക്റുല്ലാഹ് വ ഉൻസുൻ നഫീസി ഫിക്റുല്ലാഹ് വ കുനൂ ഔലിയാ അല്ലാഹ് ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനവറുകൾ വളരെ ദിക്ർ ചൊല്ലിയതിനു ശേഷം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കെ അധികം ആരും പ്രവേശനമില്ലാത്ത പള്ളിയുടെ 3ാമത്തെ നിലയിൽ മഹാനവറുകൾ ദിക്റിനിരിക്കും. ആദ്യം ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കും. ആ ഇരുത്തം ഇരുന്നിട്ട് 1000 ദിക്ർ ചൊല്ലണം. ദിക്ർ ചൊല്ലുമ്പോൾ ലാ എന്ന് പറയുമ്പോൾ ഫനാഇനെ തസവുറാക്കണം, ഇലാഹ് ബഖാഇനെ തസവുറാക്കണം. ഇല്ലാ ഫനാഇനെയും അല്ലാഹ് ബഖാ, ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു വലത്തു നിന്ന് എടുത്ത് ഇടത്ത് നെഞ്ചിലേക്ക് അഹദ് എന്ന മാനയിൽ ചെല്ലാനാണ് കൽപ്പിക്കാറ്. അതവിടുത്തെ മശായിഖുമാരിൽ നിന്നും കിട്ടിയതുമാണ്. ഇഫ്തിറാഷിന്റെ ഇരുത്തത്തിൽ കാലനക്കാൻ പാടില്ല. തൻ്റെ ഒരു മുഹിബിനെ വിളിച്ചിരുത്തും, തൻ്റെ ഒരു ശിഷ്യനെയും വിളിച്ചിരുത്തും. ശിഷ്യൻ പുറകിലിരിക്കും, ഉസ്താദ് മുമ്പിലിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കണം. കാല് തെറ്റിയാൽ അതിന് ശിക്ഷയുണ്ട്. അത് 1000-ൽ ഇരുകൂട്ടരും വിജയിച്ചു. പിന്നെ 2000-മായി, അത് 3000-മായി, അത് 4000-മായി. ഒരു ദിവസം, 2 ദിവസം, 1 മാസം, 2 മാസം, പിന്നീട് തവറുക്കന്റെ ഇരുത്തമായി. അതിലും ഇതുപോലെ ചൊല്ലണം. ഈ സമയത്ത് കാല് തെറ്റാൻ പാടില്ല എന്ന് പറയുമ്പോൾ ശരീരത്തിനെ നിയന്ത്രിക്കുമ്പോൾ മനസ്സിനെയും നിയന്ത്രിക്കണം. അതിൻ്റെ റിയാളയാണത്. ഇതാണ് സൂഫിയാക്കളെ സൂഫിയാക്കൾ ആക്കുന്നത്. കമാലുദ്ദീൻ ഉമർ അൽ ഖാദിരി പാടൂർ കൊണ്ടുപോയി റിയാളയുടെ തുടക്കം കുറിച്ച മഹാനാണ് നമ്മുടെ ഉസ്താദ്. ജീവിതം മുഴുവൻ ദിക്റാക്കി ജീവിച്ച വലിയ ഒരു മഹാൻ. ഉസ്താദിന്റെ ദിക്ർ സുബ്ഹാനല്ലാ 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 എന്ന് നാവ് കൊണ്ട് ചൊല്ലും. മിണ്ടാതിരിക്കും, ശ്വാസം കൊണ്ട് ചൊല്ലും, മിണ്ടാതിരിക്കും, ഖൽബ് കൊണ്ട് ചൊല്ലും, പലരോടും സംസാരിക്കും. ആ സമയം ശരീരത്തിനെയും മനസ്സിനെയും നിയന്ത്രിച്ച ഉസ്താദ് അവിടുത്തെ റൂഹ് കൊണ്ട് ചൊല്ലും. അതുകൊണ്ടും തീരുന്നില്ല, ഏത് കൂട്ടത്തിലാണെങ്കിലും സുറ് കൊണ്ട് ചൊല്ലും. അങ്ങനത്തെ നമുക്ക് കൈപിടിക്കാൻ വേറൊരാൾ ഇല്ലാത്ത രൂപത്തിലുള്ള വലിയ ഒരു ദാക്കിറാണ് ഉസ്താദ് അവറുകൾ. ഒരു ഘട്ടത്തിൽ തൗഹീദിന്റെ ദിക്റാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ആ ദിക്ർ ചൊല്ലിക്കൊണ്ട് നടന്നിരുന്നു. ഒരു മഹാനെ കാണണമെന്ന് പറഞ്ഞു പോയി. എന്താണ് ചോദിക്കേണ്ടത് മുൻകൂട്ടി തീരുമാനിക്കുന്ന പതിവുണ്ട്. നമുക്ക് തൗഹീദിലേക്ക് കടക്കണം എന്ന് ശിഷ്യനോട് പറഞ്ഞു. ആരെയും കാണാതെ ഫിഖ് കൊണ്ട് തൻ്റെ വിലായത്ത് മറച്ചുവെച്ച വലിയ മഹാന്റെ അടുക്കലേക്കാണ് ലക്ഷ്യം. സംസാരമധ്യേ ദിക്റിന്റെ കാര്യം വന്നു. അങ്ങനെ ഇജാസത്ത് ചോദിച്ചപ്പോൾ നിനക്ക് നല്ലത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്ന ദിക്റാണ് എന്നാണ് ശിഷ്യനും മഹാനായ ഉസ്താദ് അവർകൾക്കും പറഞ്ഞു കൊടുത്തത്. അധിക സമയം മഹാനവറുകളെ കാണുമ്പോഴും സാധാരണക്കാരാണ് പൊതിഞ്ഞുകൂടുക. ലോകത്ത് എവിടെ ചെന്നാലും, ഏത് ആലിമിനെ കണ്ടാലും, ഏത് വലിയനെ കണ്ടാലും, ഏത് മക്ബറയിൽ ചെന്നാലും അങ്ങനെ തന്നെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉസ്താദും അതിൽ നിന്ന് ഭിന്നമല്ല.
അവരുടെ അനുയായികളായി കൂടുതലുള്ളത് സാധാരണക്കാരാണ്. സാധാരണ ജോലികൾ ചെയ്യുന്നവർ, സാധാരണ കച്ചവടക്കാർ, 5 വക്ത് നിസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന, സുന്നത്ത് നിസ്കരിക്കുന്ന, ഹദ്ദാദ് ചൊല്ലുന്ന, ഖുത്ബിയ്യത്ത് ചൊല്ലുന്ന, മൗലൂദ് ചൊല്ലുന്ന, ദിക്റിൻ്റെ മജ്‌ലിസുകളിൽ മഹാനായ ഉസ്താദിനൊപ്പം സമയം ചിലവഴിക്കുന്ന, ഉസ്താദിന് വേണ്ടി സമയം മാറ്റിവെക്കുകയും ഉസ്താദ് അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുകയും ചെയ്യുന്ന സാധാരണക്കാരെ ധാരാളം കാണാം. ഏറ്റവും കൂടുതൽ ഉസ്താദിനെ സ്നേഹിച്ച അവരുടെ കൂട്ടത്തിൽ കച്ചവടം ചെയ്ത് അവരുടെ കടകൾക്ക് കുറ്റിയടിച്ചു കൊടുത്തു, അവരുടെ കൂട്ടത്തിൽ അവരുടെ കടകൾക്ക് ബർക്കത്തിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. അവർ വരുമ്പോൾ അവർക്ക് മന്ത്രിച്ചു കൊടുത്തു, അവർക്ക് ഇളക്കം വരുമ്പോൾ തലയിൽ കൈവച്ചു കൊടുത്തു. അവരെ എല്ലാം ഹിദായത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന വിലായത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന മഹാനാണ് ഇ.കെ. ദാരിമി ഉസ്താദ്. പണം കിട്ടിയാൽ ഉസ്താദിൻ്റെ ശൈലി സിയാറത്ത് ചെയ്യലും ഗ്രന്ഥങ്ങൾ ശേഖരിക്കലുമായിരുന്നു. ഹലാലായ സമ്പത്ത് നമ്മുടെ അടുക്കൽ വന്നാൽ സിയാറത്ത് വരിപ്പിക്കുക, അതേസമയം ഗ്രന്ഥങ്ങൾ ശേഖരിക്കുക, വായിക്കുക, പഠിക്കുക. അങ്ങനെ നിരന്തരം ഒഴിവ് കിട്ടുമ്പോഴുള്ള സിയാറത്ത്, ചികിത്സ, റിയാദകൾ അതെല്ലാം മഹാനായ ഉസ്താദ് ഒന്നിച്ചാണ് സാധുവായി വിനീതൻ ചെയ്തിരുന്നത്. ഷെയ്ഖുന ശംസുൽ ഉലമ വീട്ടിൽ പോയ ഒരു ഘട്ടത്തിൽ നല്ല ഒരു ലീവ് വന്നു. അത് നേരത്തെ അറിയിച്ചിരുന്നു, നമുക്കൊന്ന് അയലക്കാട് പോകാം. അപ്പോൾ നല്ല പ്രതിസന്ധിയുള്ള കാര്യം വന്ദ്യരായ ഷെയ്ഖുന ശംസുൽ ഉലമ ഏൽപ്പിച്ചതനുസരിച്ച് ഞങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു. അങ്ങനെ ബസ്സിൽ കയറിയപ്പോൾ ഉസ്താദിനോട് അയലക്കാട്ട് മൂപ്പരുടെ മദ്ഹ് എഴുതണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അന്നത്തെ യാത്രയിൽ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ മുമ്പാകത്തിരുന്നു കൊണ്ട് തുടക്കമിട്ടതാണ് റളിയൽ ഇലാഹു അൻ സിറാജിദ്ദീനി ഹാദിൽ മുരീദി സുബുലർ റിളവാനി യാ സയ്യിദി ശൈഖി സിറാജദ്ദീനി കുല്ലി മുഈനൻ സീദി ഫിൽ അഹ്യാനി ഗൗസി വസീലതി ഇലർ റഹ്മാനി വഖല്ലത്തിൽ ഹീലതു ഫദിരികന്നി വകുൻ മഈ ശൈഖി വഅർശിദന്നി വൽ ഹുജബ കുല്ലം ഫദ്ഫഅന്നാ അന്നി അർജു ഇയാനക യാ ഹബീബി ഖുദിനി വഅവ്സിലന്നി ഇലൈക ഫഹ്ദുറന്നി യാ സയ്യിദി ജദ്ദി ഫലാ തറുദ്ദനി വലൈസ ലീ സിവാക ഫർഹമന്നി വഖശിരിൽ മറദത വശൈത്വാനി بنذرك القهار يا صمداني وجبر العفريت والروحاني بنذرك الجبار يا رباني وصير نبطله بلا تأني ونصرك اللاميم ഫർദാനി. അതെല്ലാം ചികിത്സയുടെ കാലമാണ്. സിഹർ ബാത്തിലായി കിട്ടണം. അതുപോലെ തന്നെ ശൈത്താന്മാരും മറ്റു പിശാചുക്കളും പോകണം, ഇഫ്രീത്തും റൂഹാനിയും പോകണം. അവിടുത്തെ കറാമത്ത് കൊണ്ട് ചർച്ചകൾക്കൊടുവിലാണ് ഇതെല്ലാം പുറത്തു ചാടുന്നത്. വശിഫാഅ അംറാലിൽ ജലി വൽ ബാത്തിനി ബിജാസിക്കല്ലാലി സിറാജദ്ദീനി. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തു. അയലക്കാട്ട് ബസ്സെത്തി. അങ്ങനെ വന്ന് നിസ്കരിച്ചു. അതിനകത്തേക്ക് കയറുമ്പോൾ ചൊല്ലിയ ബൈത്താണ് ബാക്കീന ജിന ബാബക്കും യാ സയ്യിദി വനജ്ജിനാ والدينا منجدي رضي الإله عن سراج الدين هادي المريد سبل الرضوان. അള്ളാഹുവിൻ്റെ മഅരിഫത്തിന് വേണ്ടി ദിക്ർ ചൊല്ലുകയും വഅദ് പറയുകയും ജനസേവനം ചെയ്യുകയും സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നടത്തുകയും
അള്ളാഹുവിൻ്റെ ഭവനങ്ങളും അവൻ്റെ ഇൽമിൻ്റെ കേന്ദ്രങ്ങളും പടുത്തുണ്ടാക്കുന്നതിന് നേതൃത്വം നൽകുകയും ജനങ്ങളെ ഇർഷാദ് ചെയ്യുകയും ചെയ്ത മഹൽ വ്യക്തിത്വമാണ് ഇ കെ ദാരിമി ഉസ്താദ്. ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹുവിനോട് ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ അടുക്കൽ തിരഞ്ഞെടുക്കപ്പെട്ടവ വിശുദ്ധൻ ആണെന്നതിൻ്റെ തെളിവെന്താണ്? അതായത് ഒരാളോട് വിശുദ്ധിയുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുണ്ട് എന്നതിൻ്റെ തെളിവെന്താണ്? മഹാനവറുകൾ മറുപടി പറഞ്ഞു, മാഫാസ മംഫാസ ഇല്ലാ ബിമുത്താബഅത്തി മംഫാസ, വിജയിച്ചവരെ പിൻപറ്റിയവരല്ലാതെ വിജയിക്കുകയില്ല എന്നാണല്ലോ. അതിൽപ്പെട്ടവരാണ് മഹാനവറുകൾ. മശായിഖുമാർ പഠിപ്പിക്കുന്നു, അങ്ങനെയുള്ളവർക്ക് 4 ഗുണങ്ങളുണ്ടാകും. 1, സുഖം ഉപേക്ഷിച്ചവരായിരിക്കും അഥവാ സാഹിദായിരിക്കും. 2, ഉള്ളതിൽ നിന്ന് നൽകുന്നവരായിരിക്കും. 3, ചെറിയ കാര്യങ്ങളിൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. 4, പ്രശംസയും ആക്ഷേപവും വിഷയമല്ലാതിരിക്കുക. ഇതെല്ലാം ഒത്തിണങ്ങിയ മഹാനവറുകൾ ധാരാളം നന്മയുടെ ഉറവിടമായിരുന്നു. ദാരിമി ഉസ്താദിനെ അക്കാലത്തുള്ള മഹത്തുക്കളെല്ലാം അംഗീകരിച്ചിരുന്നു. ഷംസുൽ ഉലമായും സുൽത്താനുൽ ഉലമയും ബദർ സാദാത്തും തുടങ്ങിയ മഹാന്മാർ ഉസ്താദിനെ പ്രശംസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഈ ഉമ്മത്തിലെ പണ്ഡിതരും സാധാരണക്കാരും അടങ്ങുന്ന വലിയൊരു അനുയായി വൃന്ദം മഹാനവറുകളെ അംഗീകരിച്ചിരുന്നു. എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെയൊരു സ്വാലിഹീങ്ങളുടെ സ്ഥാനം കൈവരിക്കാൻ പറ്റുന്നത്? ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കൂടെ ചെറുപ്പത്തിൽ ധാരാളം ആലിമുകളെയും സാദാത്തുക്കളെയും ജാഹിദീങ്ങളെയും ഔലിയാക്കളെയും സന്ദർശിച്ചിട്ടുണ്ട്. കിതാബുകൾ ഓതി അല്പം കഴിഞ്ഞപ്പോൾ ബുഹാരി ഓതേണ്ട സമയമായപ്പോൾ ഞാൻ എൻ്റെ വന്യപിതാവിനോട് ബുഹാരി തുടങ്ങുന്നു എന്ന കാര്യം ഉണർത്തി. അപ്പോൾ അത് ഉസ്താദുമാരോട് തന്നെ ആലോചിച്ചാൽ മതി, അവർക്കപ്പുറത്തേക്ക് നാം ഒന്നും പോകേണ്ട. വന്യരായ ഷംസുൽ ഉലമയോട് പറഞ്ഞപ്പോൾ ഉമർ ഹാജിയോടൊന്ന് ചോദിക്കുക. ഉമർ ഹാജിയോട് ചോദിച്ചപ്പോൾ ഇക്കാക്കാനോട് പറയാനും പറഞ്ഞു. ഇങ്ങനെ ഉസ്താദിനോട് വിവരം പറഞ്ഞപ്പോൾ നമുക്ക് വേങ്ങരക്കോയാപ്പാപ്പയുടെ അടുത്ത് പോകാം, ഉപ്പാപ്പ പറയുന്നത് പോലെ ചെയ്യാം എന്ന തീരുമാനത്തിലെത്തി. ഞാനും ഉസ്താദും കൂടി അവിടുത്തെ ഹലറത്തിലെത്തി. വലിയ ആരിഫായ രഹസ്യങ്ങളുടെ ഉള്ളറകൾ അറിഞ്ഞ മഹാനാണ് കോയപ്പാപ്പ. മഹാനവറുകളെ പറ്റി നാസറുദ്ദീൻ അബ്ദുല്ലാഹിൽ ഖാദിരി ഒരു മൗലിദുണ്ടാക്കിയിട്ടുണ്ട്. വലിയ ഒച്ചയും ബഹളവും ആൾക്കൂട്ടവും അതിനിടക്ക് മൂപ്പരുടേതായ സംസാരവും ഉള്ള ഒരു സന്ദർഭത്തിലാണ് ഞാനും മഹാനായ ഇ കെ ദാരിമി ഉസ്താദും ഹലറത്തിലെത്തുന്നത്. ഒരു പരിഗണനയും ശ്രദ്ധയുമില്ല. 2 പേരും തലേക്കെട്ട് താഴ്ത്തി കണ്ണും താഴ്ത്തി വളരെ ഭയത്തോടു കൂടെ നിന്നു. എപ്പോഴാണ് അടികിട്ടുന്നതെന്ന് അറിയില്ല. സൂക്ഷിച്ചോളണമെന്ന് ഉസ്താദിൻ്റെ ഉപദേശവും ഉണ്ടായിരുന്നു. വലിയ ഒരു മുണ്ടം വടി കയ്യിലുണ്ട്. ഇരിക്കും എഴുന്നേൽക്കും വടി ചുഴറ്റും. വളരെ പേടിച്ച് ഉസ്താദിൻ്റെ പിന്നിൽ കാണാത്ത രൂപത്തിൽ ഞാനും നിന്നു. അങ്ങനെ സംസാരമായി അവിടത്തേക്കുള്ള രൂപത്തിലുള്ള സംസാരമെല്ലാം നടന്നു. അങ്ങനെ ഏതോ സംസാരത്തിനിടയിൽ പറഞ്ഞു, അസറായിൽ വരുന്നുണ്ട്, ഒരുങ്ങിക്കൊള്ളുക, ബുഹാരി തുടങ്ങിക്കോ എന്നൊരു വാക്ക് സംസാരിച്ചു. ഉസ്താദ് അത്ഭുതം കൂറി എൻ്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ കോയപ്പാപ്പ പൊറോട്ട കൊണ്ടുവാടാ, ആട്ടിറച്ചി കൊണ്ടുവാടാ എന്ന് വിളിച്ചു പറഞ്ഞു. താഴത്ത് നിന്ന് കടക്കാർ കൊണ്ടുവന്നു കൊടുത്തു. ആ പൊറോട്ടയെല്ലാം വാങ്ങി ചെറിയ ചെറിയ തുണ്ടുകളാക്കി ഇറച്ചിയിൽ മുക്കി മുകളിലേക്ക് അത് കുറേശ്ശെ എറിഞ്ഞു. ഒരു കഷ്ണവും താഴെ പോകാതെ അതെല്ലാം കാക്കകളെടുത്തു. താഴത്തു പോയതെടുക്കാൻ വേണ്ടി യാചകരെ പോലെ സമ്പന്നരും പണ്ഡിതന്മാരും വലിയ വലിയ പ്രമാണികളും എല്ലാം കോയാപ്പാപ്പയുടെ അടുക്കൽ കാത്തു നിൽക്കുന്നുണ്ട്. ആ വായിലിട്ടത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കൊതിച്ചു. ലഭിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. ശേഷം അവിടെ മൂപ്പരുടെ വടിയും മൂപ്പരും എത്തുന്ന സ്ഥലത്തിരുത്തി 2 പേർക്കും നല്ല സൽക്കാരം നടത്തി. അവിടെ ഇരുന്നപ്പോൾ വിനയത്തിൻ്റെ ഉറവിടമായ മഹബത്തിൻ്റെ കേദാരമായ ഉസ്താദ് കോയാപ്പാപ്പൻ്റെ കാലിലേക്ക് ചുണ്ടടിപ്പിച്ചു ഉമ്മ വെക്കാൻ തുടങ്ങി. മനുഷ്യരല്ലേ അറിയൂ. അത് കണ്ടപ്പോൾ തൻ്റെ മുരീദന്മാർ മുഹിബ്ബീങ്ങൾ വിലക്കി, കാലുമുത്തല്ലേ എന്ന് പറഞ്ഞു. ഉസ്താദ് എന്ത് ചെയ്യുന്നോ അത് ചെയ്യലാണ് എൻ്റെ ജോലി. ആ ബഹളമൊന്നും ഞങ്ങൾ വകവച്ചില്ല. കാലുമുത്താൻ കിട്ടി, കയ്യും കിട്ടി, തലയും കിട്ടി, പൊറോട്ടയും കിട്ടി, ഇറച്ചിയും കിട്ടി, ചായയും കിട്ടി, പോകാം. എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കണമെന്നുണ്ട്. എങ്ങനെ കൊടുക്കാനാ? കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ്?
ഭയന്ന് പുറകിലേക്ക് പോലും തിരിഞ്ഞു നോക്കാൻ പേടിയാണ്. എപ്പോഴാണ് മുണ്ടം വടി പുറത്തു വീഴുന്നതെന്നറിയില്ല. അങ്ങനെ ഉസ്താദ് ബെൽറ്റിൽ കൈയിട്ടെങ്കിലും മഹാനവറുകളുടെ നോട്ടവും ചിരിയും കണ്ടപ്പോൾ ആ ചിരി തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. കൊടുക്കലും വാങ്ങലും എന്ന് മനസ്സിലാക്കി ഞങ്ങൾ പോന്നു. ഒരാളോട് ഒരു കാര്യം ചോദിക്കാൻ പോകുമ്പോൾ നല്ലവരുടെ മക്കൾക്ക് നല്ല ചിന്തയുണ്ടാകുമല്ലോ. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾക്കൊപ്പം ജീവിച്ച ഇർഫാനിന് എന്തെങ്കിലും അസ്ബാബുകളുണ്ടോ അത് മുഴുവൻ അന്വേഷിച്ച് നടന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ നിന്ന് വളരെയേറെ കറാമത്തുകൾ കിട്ടിയിട്ടുള്ള മഹൽ വ്യക്തിത്വമാണ് വന്യരായ ഉസ്താദ് അവർകൾ. നല്ലവർക്കും നല്ല പിതാക്കന്മാർക്കും നല്ല ചിന്തകളുണ്ടാകും. അത് നാം കാണുന്ന രൂപത്തിൽ ആയിരിക്കുകയില്ല. അത് വലിയ ഒരു പ്രത്യേകത തന്നെയാണ്. മഹാനായ ഉസ്താദിനെ സംബന്ധിച്ച് നാം നോക്കുകയാണെങ്കിൽ വന്യരായ ഉസ്താദ് വളരെയേറെ അന്വേഷിച്ച് നടക്കുന്നവരും വളരെയേറെ ഔലിയാക്കളെ മഹബത്ത് വെക്കുന്നവരും ആയിരുന്നു. ഉസ്താദിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠനം നടത്തിയാൽ അത്ഭുതകരമായ പലതും അതിലുണ്ടാകും. ഉസ്താദിൻ്റെ സിയാറത്തിൻ്റെ ദിവസം, മൗനവ്രതത്തിൻ്റെ ദിവസം, ചില പ്രത്യേക ദിക്റുകൾക്കൊരു ദിവസം, ഉസ്താദിൻ്റെ ചിരിയുടെ ദിവസം, ഉസ്താദിൻ്റെ കളിയുടെ ദിവസം, ഉസ്താദിൻ്റെ തമാശയുടെ ദിവസം, ഉസ്താദിൻ്റെ ദർസിൻ്റെ ദിവസം, ഉസ്താദിൻ്റെ തസ്കിയത്തിൻ്റെ ദിവസം, ഉസ്താദിൻ്റെ റിയാദയുടെ ദിവസം, അതെല്ലാം വളരെ അത്ഭുതകരമാണ്. മഹാനവറുകളും ഒന്നിച്ച് ധാരാളം യാത്രകൾ നന്ന ചെറുപ്പം മുതൽ തന്നെ നടത്താൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റു സ്ഥലങ്ങളിലുമെല്ലാം മഹാനായ ഉസ്താദ് ഒന്ന് സിയാറത്തിനും സാലിഹ്യങ്ങളെ കാണാനും ചികിത്സ ആവശ്യമർത്ഥമെല്ലാം സഞ്ചരിച്ചിട്ടുണ്ട്. പിന്നീട് ക്ലാപ്പന ഉസ്താദിൻ്റെ അടുത്ത് കൊച്ചിയിൽ വിനീതൻ ഓതുന്ന സമയത്ത് ഉസ്താദുമായി പിരിഞ്ഞു നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഒരിക്കൽ ഉസ്താദ് കൊച്ചിയിൽ വന്ന സമയത്ത് ഉസ്താദിനെ കാണാൻ അവസരമുണ്ടായി. അതൊരു വെള്ളിയാഴ്ച ദിവസമാണ്. നേരത്തെ തന്നെ പോയി ഉസ്താദ് വന്ന് വീട്ടിൽ സന്ദർശിച്ചു. ഉസ്താദിനോട് എനിക്ക് ചികിത്സ പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, നീ ഏതെല്ലാം കിതാബ് നോക്കിയിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, ഷംസുൽ മആരിഫ് നോക്കിയിട്ടുണ്ട്, മംബഴ് നോക്കിയിട്ടുണ്ട്, ജവാഹിറുല്ലമായ നോക്കിയിട്ടുണ്ട്, തസ്ഹീറുൽ മനാഫി നോക്കിയിട്ടുണ്ട്, മുജറബാത്ത് ദൈറബി നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഞാനും നോക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് രണ്ടാൾക്കും ഒന്നിച്ചു പഠിക്കാം. അപ്പോൾ എന്നെ സമാധാനപ്പെടുത്തിയതായിരിക്കും. കഴിവിനെ അംഗീകരിക്കലും മാനിക്കലും അംഗീകരിച്ച് സംസാരിക്കലുമെല്ലാം സാലിഹ്യങ്ങളുടെ പതിവാണ്. അവർ ആരെയും നിരാശപ്പെടുത്തുന്നവരല്ല. പലപ്പോഴും ഉസ്താദിനോട് എന്തെങ്കിലും ചോദിച്ചാൽ അനുവാദം കിട്ടാറില്ല. അതുകൊണ്ട് പലതും ചെയ്തതിന് ശേഷം മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ ചിരിച്ചു അംഗീകാരവും തരും. ഒരിക്കൽ അജ്മീറിൽ പോകാൻ അനുവാദം ചോദിച്ചു. അപ്പോൾ പിന്നെയാവട്ടെ എന്ന് പറഞ്ഞു. കുറേ നാൾ കഴിഞ്ഞു. ഇ.കെ. ഹസൻ ഉസ്താദിൻ്റെ അടുക്കൽ ഓതിപ്പടിക്കുന്ന സമയത്ത് അവസരം കിട്ടിയപ്പോൾ ഞാൻ അജ്മീറിൽ പോയി. ശേഷം ഉസ്താദിനോട് പോയതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉസ്താദ് സന്തോഷം പറഞ്ഞു. ഇനി നമുക്ക് ഒരുമിച്ച് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ഒന്നിച്ചു പോകാനുള്ള അവസരമുണ്ടായി. ഔലിയാക്കന്മാരുടെ അടുക്കൽ പോകുന്നതിന് പ്രത്യേക രീതിയും അവരുടെ അടുത്ത് ചെന്ന് അവരുടെ മധുഹുണ്ടാക്കലും വളരെ വിനയം കാണിക്കലും ഉസ്താദിൻ്റെ ശൈലിയാണ്. പ്രത്യേക കയറലും നിൽക്കലും കരഞ്ഞു ദുആ ചെയ്യലും തുടങ്ങി പ്രത്യേക രീതികൾ ഉസ്താദിനെ ഔലിയാക്കളെ സന്ദർശിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അജ്മീറിൽ പോയ സന്ദർഭം സിയാറത്ത് കഴിഞ്ഞ് പുറത്തു വന്നു. ചെറിയ പ്രായത്തിലുള്ള എൻ്റെ എടുത്തുചാട്ടം അറിയാവുന്ന ഉസ്താദ് പറഞ്ഞ്, നീ ഉറക്കെ സംസാരിക്കരുത്, നീ ഒന്നും കയറി പറയരുത്. ഇങ്ങനെ ചിലപ്പോൾ സംഭവിക്കുമ്പോഴൊക്കെ ഉസ്താദ് നോക്കി പേടിപ്പിക്കുകയും കൈകൊണ്ട് തട്ടി ഇഷാറത്താക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. ചില സന്ദർഭങ്ങളിൽ അംഗീകാരവും നൽകും. നീ അങ്ങനെ പറഞ്ഞത് നന്നായി. അങ്ങനെ അജ്മീർ സിയാറത്ത് കഴിഞ്ഞ് പുറത്തു വന്നു. ഒരാളെ കണ്ടു. വല്ലാത്ത ഒരു വേഷമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. താടിയും മുടിയും മുറുക്കലും എല്ലാം കൂടി വല്ലാത്ത വേഷം. ഉസ്താദ് വളരെ ഭവ്യതയോടെ അവരുടെ അടുക്കൽ മാറി നിന്നു. ഉസ്താദിൻ്റെ പിന്നിൽ ഞാനും നിന്നു. ഉസ്താദ് സലാം ചൊല്ലി കൈപിടിച്ചു. ഉസ്താദ് ഇഷാറത്താക്കി. ഞാനും കൈപിടിച്ചു. അപ്പോൾ തീയിലിട്ടു പഴുത്ത ഇരുമ്പ് പോലെയുള്ള അവസ്ഥയായിരുന്നു ആ കൈകൾക്ക്. ഉസ്താദ് പറഞ്ഞു, ദിക്റിൻ്റെ ഹറാറത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശക്രാനി തരീക്കത്തിലുള്ള ദിക്റി 200 പ്രാവശ്യം ചൊല്ലിയാലുള്ള അവസ്ഥയാണത്. ശരീരത്തിനും തൊട്ട സാധനങ്ങൾക്കും ഹറാറത്തുണ്ടാകും. അങ്ങനെ ഉസ്താദ് മാറി നിന്ന് മൂപ്പർക്ക് ഒത്തിരി ഖിദ്മത്ത് ചെയ്തു. ദുആയിരക്കാൻ പറയും, സേവനം ചെയ്യും.
പിന്നീട് അതിനുശേഷം മൂപ്പരെ അവിടെ കണ്ടിട്ടില്ല. ഉസ്താദിൻ്റെ യാത്രയിലുള്ള ഒരു പ്രത്യേകത തന്നെയാണത്. ഇങ്ങനെ നാം ഉസ്താദിനോട് കൂടിയുള്ള യാത്രയിലെല്ലാം എന്തെങ്കിലും ഒരു ഗരീബായ കേട്ടുകേൾവിയില്ലാത്ത പല സംഭവങ്ങളും ദർശിക്കാൻ നമുക്കാകും. വന്ദ്യരായ പിതാവിൻ്റെ വഫാത്തിന് ശേഷം പഴുന്നാനയിൽ മക്ബറ ഉണ്ടാക്കണമെന്ന് ആദ്യം പറഞ്ഞത് ദാരിമി ഉസ്താദാണ്. പരസ്യമായി പറഞ്ഞത് വരവൂർ മസ്താനാണ്. അനുജനോട് പറഞ്ഞു, എടാ ലത്തീഫെ, മക്ബറ കെട്ടട എന്ന് പറഞ്ഞു. അങ്ങനെ EK അഹമ്മദ് ഹാജി തങ്ങൾ വന്ന് കല്ലിട്ടു. ഉസ്താദ് തന്നെയാണ് അതിൻ്റെ എല്ലാം ശരിയാക്കിയത്. എന്ന രൂപത്തിൽ കെട്ടാൻ പറഞ്ഞു. ഒരു പിരിവും എടുക്കാതെ നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ടതെല്ലാം ശരിയാക്കി. അങ്ങനെ അത് തയ്യാറായപ്പോൾ കൽബിൽ അവിടെ എപ്പോഴും ഖുർആൻ ഓതുന്ന ഒരു ഹിഫ്ള് സ്ഥാപനം തുടങ്ങിയാൽ നന്നായിരുന്നല്ലോ എന്ന ചിന്തയിൽ ഉസ്താദിനോട് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, വരട്ടെ. അങ്ങനെ 7 പ്രാവശ്യം ചോദിച്ചപ്പോഴും വരട്ടെ, ഉപ്പാൻ്റെ അവിടെ തുടങ്ങിയതിട്ട് നീ അവിടെ തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ആ ഒരു കൽപ്പനയുടെ പിന്നിലാണ് 2010 പണാവള്ളി ദാറുൽ ഹക്കം എന്നൊരു സ്ഥാപനം വന്ദ്യരായ പിതാവിന് വേണ്ടി, അതിൻ്റെ സവാബ് പിതാവിന് കിട്ടുന്നതിന് വേണ്ടി അവിടെ നിന്ന് താമസിച്ചിരുന്ന വീട്ടിൽ തന്നെ, തറവാട്ടിൽ തന്നെ ദാറുൽ ഹക്കം നിലവിൽ വന്നത്. അതുപോലെ തന്നെ ഞാൻ ബഗ്ദാദിൽ പോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ബഗ്ദാദിൽ പോയി ഉസ്താദെ, ചോദിക്കാൻ പേടിച്ചിട്ടാണ്. പോകാനുള്ള ഇഷ്ടം, അതിലുള്ള പ്രേരണകളും അതിലുള്ള വിളിയാളങ്ങളൊക്കെ വന്നപ്പോൾ പറഞ്ഞു, അൽഹംദുലില്ലാ, വലിയ ഭാഗ്യമായി പോയി എന്നാണ് ഉസ്താദ് സംസാരിച്ചത്. ദാറുൽ ഹക്കം സ്ഥാപനം ആരംഭിച്ചപ്പോൾ അതിൻ്റെ നടത്തിപ്പിനായി പൈസ ആവശ്യമായപ്പോൾ പിരിവിന് പോയി പരിചയമില്ലാത്തത് കൊണ്ട് സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന പൊന്മള ഉസ്താദിൻ്റെ അടുക്കൽ പോയി പറഞ്ഞു, എനിക്ക് അസ്മാ അറിയാം, അത് ആലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സ്ഥാപനത്തിന് ഉപയോഗിക്കാം എന്ന ആശയം പറഞ്ഞിട്ട്, അത് മഹ്മൂദാണോ മദ്മൂമാണോ എന്ന് ചോദിച്ചപ്പോൾ അതെങ്ങനെ മദ്മൂമാകും എന്ന മറുപടിയാണ് ലഭിച്ചത്. രണ്ടാമത് ചോദിച്ചത് ദാരിമി ഉസ്താദിനോടാണ്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, അത് നല്ലതാണ്, നിന്റെ വിഷമങ്ങൾ മാറിക്കിട്ടുമല്ലോ. ഈ 2 മഹാന്മാരോടാണ് ഞാൻ അസ്മാവ് പഠിപ്പിക്കാൻ അനുവാദം ചോദിച്ചത്. പിന്നീട് പല മഹത്തുക്കളോടും ഈ ആശയം ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ധാരാളം ആലിമീങ്ങളും ഹാഫിദുകളും സ്ഥാപനത്തിൽ പഠനം പൂർത്തിയാക്കി. അവരുടെ വാക്കുകളിൽ തുടങ്ങിയതിൻ്റെ ബറക്കത്ത് ഇന്നും കടമൊന്നും കൂടാതെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇവിടെയെല്ലാം ഉസ്താദിൻ്റെ പൊരുത്തം കൊണ്ടാണ് ഇതെല്ലാം നമ്മിലേക്ക് വന്നു ചേർന്നത് എന്ന് തന്നെയാണ് ഈയുള്ളവൻ മനസ്സിലാക്കുന്നത്. ഉസ്താദ് ഇങ്ങനെ ആയതിൽ വലിയ അടിസ്ഥാനമുണ്ട്. ഒരിക്കൽ ഉസ്താദിൻ്റെ വല്ലുപ്പ മഹാനായ കോയിട്ടി മുസ്ലിയാർ കോഴിക്കോട് കടപ്പുറത്ത് നിൽക്കുന്നു. അവിടെ ഒരു ഭ്രാന്തൻ അവിടെ കിടന്ന ഒരു ജീവിയുടെ ഇറച്ചി മുറിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. ചിലർ അകന്നു പോകുന്നു, ചിലർ 2 കൈയും നീട്ടി വാങ്ങുന്നു. ആ 2 കൈയും നീട്ടി വാങ്ങിയവരിൽ ഒരാളാണ് കോയിട്ടി മുസ്ലിയാർ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുവരെ പഴവർഗ്ഗങ്ങളിൽ നിന്നോ മാംസത്തിൽ നിന്നോ ഇതുപോലെ ഒന്ന് ഭക്ഷിച്ചിട്ടില്ല. രുചികരമായ പഴം ആയിട്ടാണ് അനുഭവപ്പെട്ടത്. വസ്തുക്കളെ ഔലിയാക്കൾക്ക് വേണ്ടി അള്ളാഹു അവരുടെ സ്പർശനം കൊണ്ടും നോട്ടം കൊണ്ടും മാറ്റിമറിക്കും. അവരുടെ കയ്യിൽ കള്ളാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അത് തേനോ പാലോ ആയി മാറും. മഹാനായ കൊച്ചി പരീതൗലിയാണ് ആ മുറിച്ചു കൊടുത്തിരുന്ന ആള്. ഏത് നാട്ടിലും അഭിമാനത്തോടുകൂടി ജീവിക്കാൻ, ആഭിജാത്യത്തോടെ ജീവിക്കാൻ എന്തെല്ലാം വേണോ അതെല്ലാം ഒത്തിണങ്ങിയ തറവാട് കൊണ്ടും ജമാല് കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാം ഒത്തിണങ്ങിയ ഉസ്താദ് തൻ്റെ പ്രബോധനത്തിന് തിരഞ്ഞെടുത്തത് തെക്കൻ പ്രദേശമാണ്. മുമ്പ് മഹാനായ ഉമറുൽ ഖാദിരി തങ്ങൾ, വന്ദ്യരായ പിതാവ് കൂരിക്കുഴി അഹമ്മദ് മുസ്ലിയാർ എന്നിവരാണ് തെക്കുഭാഗത്തേക്ക് ദിക്റിന് വരാറ് പതിവുള്ളത്. പിന്നീട് ദൗത്യം ഉസ്താദിനെ ഏൽപ്പിച്ചു. ഉസ്താദിനെ അവർ സ്നേഹിച്ചു. അവരുടെ കുറവുകളെല്ലാം നികർത്തി. ഉസ്താദ് അവരെയെല്ലാം ഇഷ്ടപ്പെട്ടു. തെക്കൻ രാജ്യത്ത് ഉസ്താദ് വന്നപ്പോൾ അവിടുത്തെ ഉലമാഇന് ഒരു നേതൃത്വം കൊടുക്കാൻ ആളായി. അവിടുത്തെ സാധാരണക്കാർക്ക് അവർക്ക് മഅരിഫത്തിലേക്ക് എത്തിക്കാൻ ഒരു ഷെയ്ഖായി. അവിടുത്തെ സ്ത്രീജനങ്ങൾക്ക്, അവിടുത്തെ സാധുജനങ്ങൾക്ക്, അവിടുത്തെ രോഗികൾക്ക്, അവിടുത്തെ വിഷമിക്കുന്നവർക്ക് അത്താണിയായി ഉസ്താദ് വന്നു. ഉസ്താദിനെ കൊണ്ട് ആ നാടിന് മഹത്വമുണ്ടായി. ഉസ്താദിൻ്റെ ചികിത്സാ ലോകം
വളരെ വലുതായിരുന്നു. മഹാനവറുകളുടെ ചികിത്സകൾക്ക് അനുഗമിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഉസ്താദിനോട് കൂടെ ഞങ്ങൾ പൂച്ചക്കാട് പഠിച്ചിരുന്ന കാലം ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ അടുക്കലാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഷെയ്ഖുന ഏൽപ്പിച്ചതനുസരിച്ച് ഉസ്താദ് ഒരു ചികിത്സ ഏറ്റെടുത്തു. കൂടെ ഈ വിനീതനുമുണ്ട്. അതൊരു പഴക്കമുള്ള കേസായിരുന്നു. ഒരു ഹനുമാൻ ഒരു വീട്ടിൽ ബാധിച്ചിരുന്നു. അത് വലിയ ശക്തമായ ഇളക്കമാണ്. ആ ഇളക്കം വലിയ ഒരു ആലിമിൻ്റെ അടുക്കലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. 6 അടി പൊക്കമുള്ള സ്ത്രീ, വലിയ ആരോഗ്യവതിയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ അത് 2 വിരൽ വായിൽ വെച്ചൊരു വിസിലടി ഉണ്ട്. അങ്ങനെ ഇളകിക്കഴിഞ്ഞാൽ ഭർത്താവാകുന്ന ആലിമിനെ ഒരു കൈകൊണ്ട് പൊക്കിയെടുത്ത് വലിച്ചെറിയും. ഇദ്ദേഹം ആരെയെങ്കിലും കൂട്ടി വന്നാൽ നേരെ നിൽക്കും. വലത്തെ കൈയിലും ഇടത്തെ കൈയിലും ആളുകൾ പിടിക്കും. 12 പേർ പിടിച്ചാലും അരിച്ചാക്ക് വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിയും. ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് വന്യരായ ഉസ്താദ് സാധുവായ എന്നെയും കൂട്ടി പോയത്. അവിടെ അമൽ ചെയ്ത് ഉസ്താദ് വിജയിക്കുകയുണ്ടായി. ഉസ്താദിൻ്റെ ചികിത്സ ഒരു സാധാരണ ചികിത്സക്കാരിയുടെ പോലെ ആയിരുന്നില്ല. ചിലപ്പോഴെല്ലാം ദിക്റ് ചൊല്ലി വലിയ ഉരലുകൾ വരെ അനായാസമായി എടുത്ത് വീടിൻ്റെ ചുറ്റും നടക്കുമ്പോൾ തന്നെ അത് കണ്ട് പേടിച്ച് ശൈത്താൻ പോകാറുണ്ട്. അപ്പോഴൊക്കെ ഉസ്താദിന് സ്വാധീനമുള്ള അബൂബക്കർ ജിന്നിനെ കുറിച്ച് ഉസ്താദ് പറയാറുണ്ട്. മഹാനായ ഉസ്താദ് സിയാറത്ത് പെരുപ്പിച്ചിരുന്നു, സുഗന്ധം ഇഷ്ടപ്പെട്ടിരുന്നു, ദിക്റിനെയും ദിക്റിൻ്റെ അഹ്ലുകാരെയും സ്നേഹിച്ചിരുന്നു, വഴക്ക് തീർത്തിരുന്നു, പ്രശ്നങ്ങൾ പറഞ്ഞ് തീർത്തിരുന്നു. ഒരിക്കൽ കാട്ടൂർ ചെല്ലുമ്പോൾ വലിയ വഴക്ക്, ഒരു കുടുംബ വഴക്ക്, 2 കുടുംബങ്ങൾ തമ്മിലുള്ള ജ്യേഷ്ഠാനുജന്മാർ കുടുംബാദികൾ തമ്മിലുള്ള വഴക്ക്. മഹാനായ ഉസ്താദ് ഇവരെ ഒന്നിച്ചിരിച്ച് വർത്തമാനം പറഞ്ഞു. ഒരു കൂട്ടരെ പിന്നെ വിളിച്ചു വർത്തമാനം പറഞ്ഞു. പിന്നീട് 2ാമത്തെ കൂട്ടരെ മാറ്റിയിരുത്തി വർത്തമാനം പറഞ്ഞു. പിന്നീട് കൂട്ടായിരുത്തി സംസാരിച്ചു. അവർ പരസ്പരം വാദങ്ങളും അവരുടെ അവകാശങ്ങളും എല്ലാം പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയായിട്ടും അത് ഒതുങ്ങുന്നില്ല. അവസാനം മഹാനായ ഉസ്താദ് ഒരു തീരുമാനം പറഞ്ഞു. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ എന്ന ആയത്ത് ഓതിയിട്ട് ഉസ്താദിൻ്റെ ഗാംഭീര്യതയോടെയുള്ള തീരുമാനത്തിന് പഞ്ചപുച്ഛമടക്കി അവർ വഴിപ്പെടുകയാണ് ചെയ്തത്. ഇവിടെ ഉസ്താദ് ഒരു കൂട്ടരോട് സംസാരിക്കുമ്പോൾ അവരുടെ ആളാണ്, മറ്റു കൂട്ടരോട് സംസാരിക്കുമ്പോൾ അവരുടെയും ആളാണ്. 2 കൂട്ടരെയും ഒന്നിച്ചിരുത്തി സംസാരിക്കുമ്പോൾ 2 കൂട്ടരുടെയും ആളാണ്. ഒരു വിധി പറയുമ്പോൾ 2 കൂട്ടരുടെയും ആളല്ല. ഇത്തരത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് വലിയ അത്ഭുതത്തോടു കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുക. മസാറുകൾ സന്ദർശിക്കുമ്പോൾ ഉസ്താദിന് പ്രത്യേക രീതിയാണ്. നെട്ടൂരിലെ മൗലാദങ്ങളുടെ ആണ്ടിന് ഉസ്താദ് വരാറുണ്ട്. ആ സമയം ചന്ദരൂരിൽ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കും. വീട്ടിൽ വന്ന് പേനയും കടലാസും എടുക്കാൻ പറഞ്ഞു. അവിടെ വെച്ച് മൗലാദങ്ങളെക്കുറിച്ച് ധാരാളം ബെയ്ത്തുകൾ മഹാനവറുകൾ ഉണ്ടാക്കുകയുണ്ടായി. എന്നോടത് പാടി പഠിക്കാൻ പറഞ്ഞു. ഉസ്താദിൻ്റെ കൂടെ നിഴൽ പോലെ തുടരുന്ന കാലമായിരുന്നു അത്. മൗലാദങ്ങളെക്കുറിച്ച് സ്വന്തമായി രചിച്ച കാവ്യം അവിടെ വെച്ച് പാടിയത് ജനങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. ഒരിക്കൽ ഏർവാടിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. കുറേ എഴുത്തെഴുതി ഉസ്താദിൻ്റെ കൂട്ടത്തിൽ പലരുമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉസ്താദ് എന്താണ് ഈ സാധാരണക്കാർ എഴുതുന്നത് പോലെ ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾ എഴുതി വെക്കുന്നത്? ഞാൻ സാധാരണക്കാരനല്ലേ? ഇവിടെ കൊണ്ടുവന്ന് അവിടെ എഴുതി വെക്ക്, അവിടെ എഴുതി കൊടുക്ക്, ആ കേസെടുക്കുന്ന സ്ഥലത്ത് എഴുതി കൊടുക്ക് എന്നിങ്ങനെയൊക്കെയുള്ള ഒരു സമ്പ്രദായമുണ്ട്. തനിക്കുള്ള ആവശ്യങ്ങൾ, തൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളൊക്കെ എഴുതി ഏർവാടിയിൽ സമർപ്പിക്കുന്നു. കുറേ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിനൊക്കെ എവിടെയെങ്കിലും തെളിവുണ്ടാകും. സുന്നത്ത് ജമാഅത്ത് ചെയ്യുന്ന സ്വാലിഹീങ്ങൾ ചെയ്തു പോകുന്ന മുൻഗാമികൾ നന്നായി ചെയ്തതിനെയൊക്കെ എവിടെയെങ്കിലും ഒരു തെളിവില്ലാതിരിക്കുകയില്ല. മുമ്പുള്ളവർ ചെയ്തതല്ലേ പിന്നീടുള്ളവർ ചെയ്തത്, പിന്നീടുള്ളവർ ചെയ്യുന്നതല്ലേ ഇപ്പോൾ നാം ചെയ്യുന്നത്. ഉസ്താദിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയായിരുന്നു. നന്ന ചെറുപ്പത്തിൽ തന്നെ ഉസ്താദ് മറ്റുള്ളവരെ പോലെ നിരന്തരം സംസാരിക്കുന്നവരല്ല. മറ്റു വിഷയങ്ങളിൽ എല്ലാവരെ പോലെയും ഇടപെടുന്ന ആളല്ല. കുറേ പണം വാങ്ങിക്കൂട്ടുന്ന ആളല്ല. എൻ്റെ ഓർമ്മയിൽ അന്ന് ഓരോ ദിക്റുകളും മൗലൂദുകളും മഹാന്മാരുടേത് നടത്താറുണ്ട്.
അന്ന് പ്രത്യേകം പൈസ സൂക്ഷിച്ചു വെക്കും. നേർച്ച പൈസയും എല്ലാം വെവ്വേറെ എഴുതി ഉസ്താദ് സൂക്ഷിക്കാറുണ്ട്. അങ്ങനെ ജമ്മ ചെയ്യുക, മഹാന്മാരുടെ ആണ്ട് നടത്തുക, മഹത്തുക്കളുടെ പേരിൽ ദിക്ർ നടത്തുക, അവരെയെല്ലാം അനുസ്മരിക്കുക, ഇതെല്ലാമാണ് ഉസ്താദിൻ്റെ സ്വഭാവം. മഹാനായ ഉസ്താദ് അവറുകൾ തൻ്റെ രോഗത്തിൻ്റെ അവസാനം കൊച്ചിയിൽ വരുന്നു. അവിടെ മഹാനവറുകൾക്ക് കുടുംബമുണ്ടല്ലോ. ഉസ്താദിൻ്റെ കൊച്ചിയിലെ ഭാര്യ അപ്പോഴേക്കും മരിച്ചിരുന്നു. കുഞ്ഞു കുട്ടികളെപ്പോലെ ഉസ്താദിൻ്റെ ആരോഗ്യം നോക്കിയിരുന്ന ഒരു ആദരണീയരായ സ്ത്രീ ആയിരുന്നു കൊച്ചിയിലെ വീട്ടുകാർ. അവരുടെ വഫാത്ത് ഉസ്താദിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന് കൊച്ചിയിലെ മുഹിബ്ബീങ്ങൾ പറയാറുണ്ട്. അങ്ങനെ ഒരിക്കൽ കൊച്ചിയിലെ വീട്ടിൽ തീരെ സുഖമില്ലാത്ത അവസ്ഥയിൽ മഹാനവറുകൾ വന്നു. അവിടുത്തെ ഉസ്താദിൻ്റെ മകൾ എന്നെ വിളിപ്പിച്ചു. ഉസ്താദ് കാണണമെന്ന് പറഞ്ഞു. അവിടെ പോയി മനസ്സെല്ലാം തുറന്ന് സംസാരിച്ചു. ഉസ്താദ് കുറേ സമയം എൻ്റെ കാലിൽ കിടന്നു. എൻ്റെ ചെറുപ്പത്തിലുള്ള ഉസ്താദുമായിട്ട് ഉള്ള അടുപ്പം വെച്ച് ഞാനും ഇത്തിരി കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഉസ്താദിൻ്റെ കാലിൽ ഞാനും കിടന്നു. അന്ന് ഉസ്താദിനോട് ഞാൻ പൊരുത്തം ചോദിച്ചപ്പോൾ ഒരു പൊരുത്തക്കേടുമില്ലടാ, എൻ്റെ ഹാല് കണ്ടില്ലേ, മരുന്ന് കൊന്നടാ എന്ന് സങ്കടം പറഞ്ഞു. ഞാൻ ആസ്പത്രിയിൽ പോകുന്നു, നീ അവിടെ വരണമെന്ന് പറഞ്ഞു. ആസ്പത്രിയിലേക്ക് ഞാൻ ഫോൺ ചെയ്തപ്പോൾ ആരും അതിന് അനുവദിച്ചില്ല. അൽഹംദുലില്ലാ, എപ്പോഴും സന്തോഷമുണ്ട്. അവസാന സമയം വല്ലാതെ അടുക്കാൻ പറ്റിയെങ്കിലും ആ ഒരു റൂഹ് പിരിയുന്നതിന് മുമ്പ് ഉസ്താദിനോട് പൊരുത്തപ്പെടിക്കാനും മറ്റും ഒരു വഴിയായി എന്നുള്ളത് എപ്പോഴും എനിക്ക് മനസ്സമാധാനമാണ്. ഉസ്താദ് സുഗന്ധം വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. ഒരു മജ്ലിസിൽ ചെന്നാൽ കിട്ടിയതും വാങ്ങിയതും മുഴുവൻ മറ്റുള്ളവർക്ക് തേച്ചു കൊടുക്കും. ഒരു സുഗന്ധം വീശിയിരുന്ന മഹത് വ്യക്തിത്വമാണ് മഹാനായ ഉസ്താദ്. എവിടെ ചെന്നാലും ഉസ്താദിൻ്റെ രീതി നാം ഇപ്പോൾ പഠിക്കുമ്പോഴും അന്ന് നോക്കുമ്പോഴും അത്ഭുതമാണ്. മഹാനവറുകളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.